Good morning, my dear students. Hope all are fine and safe too. So, all your exams are over. So, we are starting the new class with the new chapter. Okay, that's all the statistics chapter. Then we will move to the next chapter. Can you guess what will be the chapter? Yes, so please, before introducing the chapter, or before going to the chapter, let's say a simple example. After that, we'll move to the chapter. Okay. Yes, so listen here, please. അപ്പം നിങ്ങളെല്ലാവരും അത്തപ്പൂക്കളം ഇടുന്ന കണ്ടിട്ടുണ്ട്. അത്തപ്പൂക്കളം എല്ലാവർക്കും അറിയാമല്ലേ എന്താണ് അത്തപ്പൂക്കളം എന്നുള്ളത്. അപ്പം അത്തപ്പൂക്കളത്തിൽ നമ്മൾ റൗണ്ട്സ് വരയ്ക്കില്ല. അപ്പം എങ്ങനെയാണ് നമ്മൾ റൗണ്ട് വരയ്ക്കുക? ജസ്റ്റ് പറയുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, ഒരു ഒരു എന്തെങ്കിലും ഒരു കമ്പോ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഒരു നല്ല പോയിന്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ച് നടുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യും അല്ലേ. എന്നിട്ട് ഒരു കയർ ഇങ്ങനെ കെട്ടും അല്ലേ, ഒരു കയറോ വള്ളി എന്തെങ്കിലും ഇങ്ങനെ കെട്ടി വെക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ആ കയറിൻ്റെ അറ്റത്ത് എന്ത് കാണും, ഒരു ചോക്ക് കാണും. അപ്പോൾ ചോക്ക് വെച്ച് ഇങ്ങനെയായിരിക്കും നിങ്ങൾ എന്ത് വരയ്ക്കുക, സർക്കിൾസ് വരയ്ക്കുക അല്ലേ. ഒരു സർക്കിളാണെങ്കിൽ അടുത്ത സർക്കിളാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു രണ്ട് ചുറ്റും കൂടി ചുറ്റും അല്ലേ, രണ്ട് ചുറ്റും കൂടി ചുറ്റിയിട്ട് വീണ്ടും അടുത്ത സർക്കിൾ വരയ്ക്കുക അല്ലേ. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഇതായിരിക്കും നമ്മൾ കുത്തിയേക്കുന്ന പ്ലേസ്. അപ്പം ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു കയർ പോലെ ഇങ്ങനെ കെട്ടുവാണ്. കയർ പോലെ കെട്ടിയിട്ട് ഇങ്ങനെ കയർ പോലെ കെട്ടിയിട്ട് ഒരു ഇത്ര ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്നതാണ്. എൻ്റെ സർക്കിളായില്ല, ക്ഷമിക്കുക, സർക്കിളായിട്ടില്ല കറക്റ്റ്. അപ്പോൾ ഇതാണ് സർക്കിൾ വരുന്നത് അല്ലേ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സർക്കിൾ വെച്ചാൽ അടുത്ത സർക്കിൾ വരയ്ക്കണേ എന്ത് ചെയ്യും, ഈ കയർ ലെങ്ത് എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ. ലെങ്ത് 2 റൗണ്ട് കൂടെ കുറയ്ക്കും, എന്നിട്ട് അടുത്ത സർക്കിൾ വരയ്ക്കും. അങ്ങനെയല്ലേ നോർമലി ചെയ്യാം. യെസ്, അപ്പം ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതായത് എങ്ങനെയാണ് ആ ഫിക്സഡ്, അപ്പം നമ്മൾ ഈ കുത്തുന്ന ആ ഒരു പോയിന്റ് കൊണ്ട് പിന്നെ ഇത്രയാണ് നമ്മൾ കയർ ഇല്ലെങ്കിൽ വള്ളി നീക്കുന്നത് അല്ലേ. ദിസ് മച്ച് ഡിസ്റ്റൻസ് വി ആർ സ്ട്രെസ്സിങ് ദ rope or the wire. Okay, so and then what we have to do is what we are moving just in a path. Just I am dotting that path, then you will understand the concept, okay, more clearly. So we are moving from this path, and then but keep in your mind that what the distance between this point and this are same always. Okay, so we are moving and we reach the destination point again. Okay, so hope it is a form of a circle. Okay, and this fixed point is called the center of this circle. Fixed point O is the center of the circle, and the fixed distance is called the radius of the circle. You already know this basics, but just for a recall I will explain all the basic definitions or the basic portions in this chapter. Okay, after that we will move to the chapter. So many important words are there, that means radius, diameter, and so chord, so many points are there. So before introducing or before moving to our theorems, we are just aware about what are those points. Okay, so the fixed point is called the center of the circle, and the fixed radius or the fixed distance is called the radius of the circle. Okay, so I'll explain once again that the collection of all points, this is all our points. Okay, the collection of all points at this carries what, at fixed point at a fixed distance. അപ്പം സർക്കിളിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നൊന്ന് ഓർമ്മിച്ച് വെക്കുക. കാരണം നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓക്കെ, എന്താണ് സർക്കിളിൻ്റെ ഡെഫിനേഷൻ, വാട്ട് ഡു യു മീൻ ബൈ എ സർക്കിൾ. എപ്പോഴും സർക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയും, വട്ടം അല്ലേ. അങ്ങനെയല്ല ഇനി പറയേണ്ടത്. എങ്ങനെ പറയണം, സർക്കിൾ എന്ന് പറഞ്ഞാൽ ദ കളക്ഷൻ ഓഫ് ഓൾ പോയിന്റ്സ് വിച്ച് ആർ അറ്റ് എ ഫിക്സഡ് പോയിന്റ് ആൻഡ് അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ്. അതായത് ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഫിക്സഡ് ഡിസ്റ്റൻസ് ഉപയോഗിച്ച് വരയ്ക്കുന്ന പോയിന്റ്സിൻ്റെ കളക്ഷനെയാണ് എന്തെന്ന് പറഞ്ഞാൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ അത്തപ്പൂക്കളത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇനി പണ്ടൊക്കെയാണ് എക്സാമ്പിൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോഴാണ് നമ്മൾ അത്തപ്പൂക്കളത്തിലോട്ടൊക്കെ പോകണം. പണ്ട് പറഞ്ഞിരുന്നത് ഐ ഓൾറെഡി സെഡ് ഇൻ, ഐ ഡോണ്ട് നോ ഇൻ വിച്ച് ക്ലാസ്, I think in 8th standard or itself I will explain those concepts. I don't know whether I explained to you or not. So listen, yes, in the 7th standard, those students, that is in this section, those who are studying in 7th C division and 7th
which division? I think D. Yes, D. 2 classes I take max. On those 2 classes I already gave the definition about how it is a circle. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു പശുവിൻ്റെ കാര്യം പറഞ്ഞു, ഓർമ്മയുണ്ടോ? യെസ്, 7th D not 7th C and 7th A, I think. Okay, anyway, those 2 classes. So I'll explain that. So അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പശുവിനെയൊക്കെ കെട്ടിയിരുന്നത് എവിടെയാണ് കെട്ടിയിരുന്നത്? പശുവിനെ അല്ലെങ്കിൽ ആടിനെ ഒക്കെ കെട്ടിയിരുന്നത് ഞങ്ങളുടെയൊക്കെ പറയുവാണെങ്കിൽ പാടത്ത് കെട്ടുമെന്ന് പറയും. അത് ഇപ്പോഴൊക്കെ എന്താ പറയുക, വയലിൽ കൊണ്ട് കെട്ടുമായിരുന്നു അല്ലേ. അപ്പോൾ വയലിൽ കൊണ്ട് കെട്ടുക, വയലില്ലെങ്കിൽ കാടുള്ള എവിടെയെങ്കിലും പുല്ലുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ട് കെട്ടിയത്, പറമ്പിലോ വിളയിൽ അപ്പോൾ അവിടെ കൊണ്ട് കെട്ടി വെച്ചു. അപ്പോൾ കെട്ടാൻ ആദ്യം എന്താ ചെയ്യുക, നമ്മുടെ ഒരു കുറ്റി അടിക്കും അല്ലേ, ഒരു കണ്ടിട്ടുണ്ടാവും, ഒരു കുറ്റി അടിക്കും. അപ്പോൾ ആ പശുവിന് ഇല്ലെങ്കിൽ ആടിന് എന്തുമാത്രം പുല്ല് തിന്നാൻ പറ്റും, ആ കുറ്റിയും ആ കയറും കൂടെ സ്ട്രെച്ച് ചെയ്യുന്ന അത്രയും ദൂരമുള്ള പുല്ല് അവർക്ക് തിന്നാൻ പറ്റും അല്ലേ. അപ്പോൾ പശു ഇങ്ങനെ നടന്നു പോകുമെന്ന് വിചാരിക്കുക, പതുക്കെ നടന്ന് പോകുമ്പോൾ എത്ര സ്ട്രെച്ച് ചെയ്തിട്ടാണ് പോകണേ, ലൂസാക്കിയിട്ടല്ല, സ്ട്രെച്ച് ചെയ്താൽ വലിച്ചു പിടിച്ചോണ്ട്. ഓക്കെ, മാക്സിമം ഡിസ്റ്റൻസ് നീങ്ങി അപ്പോൾ എന്തുമാത്രം സ്ഥലത്ത് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പാദങ്ങളെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫോം കിട്ടും, ഒരു സർക്കിൾ ഫോം. ഇതൊരു ജസ്റ്റ് ഒരു കഥ പോലെയാണ്. എന്നെ പഠിപ്പിച്ച എൻ്റെ സാറുമാർ എനിക്ക് പറഞ്ഞു തന്നൊരു സ്റ്റോറിയാണ്. ഇത് സ്റ്റോറിയല്ല, ആക്ച്വൽ ട്രൂത്താണ്. ഇങ്ങനെയുള്ള ചെറിയ എക്സ്പെരിമെൻറ്റ്സിൽ നിന്നാണ് സർക്കിൾ എന്നുള്ള കൺസെപ്റ്റ് വന്നത്. അപ്പോൾ ആ പശുവിൻ്റെ അല്ലെങ്കിൽ ആ കൗവിൻ്റെ പാത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ പാത്സ് കിട്ടും അല്ലേ. അത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സർക്കിൾ കിട്ടും. ആ കുറ്റിയാണ് സെൻറ്റർ. ഓക്കെ, ആ സ്ട്രെച്ച് ചെയ്ത കയർ അല്ലെങ്കിൽ ആ ഒരു വള്ളി, അതിനാണ് എന്ത് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ക്ലിയർ ആയി തോന്നുന്നു. what do you mean by a circle? What do you mean by a circle? The collection of all points at which it having a center, fixed point and at a fixed distance. ആ ഒരു ഡെഫിനിഷൻ ഓർമ്മയിൽ വെക്കുക. ഇനി നിങ്ങൾ സർക്കിൾ നോക്കി നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ നിങ്ങൾ പറയുന്നുണ്ടാവും, ക്യാൻ യു സേ ദി എക്സാമ്പിൾസ് ഓഫ് സർക്കിൾ. ഇപ്പം തന്നെ കുറേ ആൻസേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ദിസ് ഇസ് എ ബാങ്ക്. ഓക്കെ, ഇതിനെയാണ് സർക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. ലിസൺ ഹിയർ പ്ലീസ്. ഇതാണ് സർക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് അകത്ത് എന്താണ്, പൊള്ളയാണ്, അതായത് ഹോളോയാണ്, അകത്തൊന്നും ഇല്ലാത്തതാണ് എന്തെന്ന് പറഞ്ഞാൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ CD എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും CD അറിയാം അല്ലേ. അപ്പോൾ CD എടുത്തു കഴിഞ്ഞാൽ CD-യുടെ ഇന്നർ പോർഷൻ കൂടെ ഇൻക്ലൂഡ് ആണ് അല്ലേ, ആണോ? അതായത് ഇത്രയും പോർഷൻ ഇങ്ങനെ ഹോളോ ആണോ CD? അല്ല അല്ലേ. അതായത് CD-യുടെ സെൻറ്ററിൽ മാത്രമേ ഹോളോ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം കവേർഡ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പോർഷൻ, അതായത് ഫുൾ അകത്ത് സാധനം എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ that represents cylinder or likewise according to the dimension we can say that, but that is not a circle. For example, നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഇതൊരു വാച്ചാണ്. ഓക്കെ, ഈ വാച്ചിൻ്റെ ഈ ഒരു സാധനം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും സർക്കിൾ ഫോം ആണെന്ന്. ഓക്കെ, ബട്ട് ഇത് ഫുൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഇത്രയും ഫുൾ എടുക്കുകയാണെങ്കിൽ ക്യാൻ യു സേ ഇറ്റ് ബി എ സർക്കിൾ? നോ. എന്തുകൊണ്ടല്ല? ബിക്കോസ് ഇതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി ഉണ്ട്. അതായത് വെറും ഒരു റിങ് ഫോമിൽ വരുന്നത്, നിങ്ങൾ റിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിങ് ഫോമിൽ വരുന്നത്, ഓക്കെ, ജസ്റ്റ് റിങ് ഫോമിൽ വരുന്നത് എന്തോ അതാണ് എന്തെന്ന് പറഞ്ഞാൽ സർക്കിൾ. അതായത് അകത്ത് എന്താണ്, ഹോളോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഒന്ന് ഓർമ്മ വെച്ചിരിക്കണം. കാരണം പെട്ടെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ സർക്കിൾ തരുമ്പോൾ ഉടനെ വട്ടം എന്ന് പറയും. പക്ഷേ അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഡെഫിനേഷൻ. അപ്പോൾ ഞാൻ ബാംഗിൾസ് കാണിച്ചു, ഒരു വാച്ചിൻ്റെ ആ ഒരു സർക്കിൾ മാത്രം. ഓക്കെ, അതായത് ബൗണ്ടറി മാത്രം, അതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ സർക്കിൾ എന്ന് പറയുക. പിന്നെ കോയിൻസ് എല്ലാം സിലിണ്ടേഴ്സ് ആണ് ആക്ച്വലി, ബട്ട് ദ ഷേപ്പ് ദ ഔട്ടർ ലെയർ റെപ്രസെൻറ്റ്സ് ദ സർക്കിൾ. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തന്നു. ഇനി എങ്ങനെയാണ് സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാം അല്ലേ. അതായത് കോമ്പസ് എടുക്കുകയാണെങ്കിൽ കോമ്പസിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് പ്ലേസ് ചെയ്യുക, എന്നിട്ട് ഈ ഫിക്സഡ് ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ പെൻസിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ആ കിട്ടുന്ന പാത്താണ് സർക്കിൾ. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ ഒരു പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. സർക്കിൾ റേഡിയസ് എന്താണ്, സെൻറ്റർ കേട്ടിരുന്നാൽ മാത്രം മതി ഈ ക്ലാസ്. കാരണം ഇതിൻ്റെ ബേസിക് ഡെഫിനിഷൻസ് ആണ്, നോട്ട്സ് ഞാൻ തന്നോളാം. ഓക്കെ, ലിസൺ ഹിയർ. ഇനി അടുത്തൊരു പോർഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ സർക്കിളിൻ്റെ അകത്തുള്ള പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ, ഇൻസൈഡ് പോർഷൻ ഓഫ് എ സർക്കിൾ ആണ് ഇൻറ്റീരിയർ ഓഫ് എ സർക്കിൾ.
പുറത്തുള്ള പോർഷനാണ് എന്തെന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ ഓഫ് എ സർക്കിൾ. ഈ ഒരു ലൈനാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ ലൈനാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കിൾ. അപ്പോൾ ക്ലിയർ ആയോ? അതായത് സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോർഷൻ ഇൻറ്റീരിയർ, ദ പോർഷൻ ഔട്ട്സൈഡ് ദ സർക്കിൾ ഈസ് നോൺ ആസ് ദ എക്സ്റ്റീരിയർ ആൻഡ് ദി സർക്കിൾ. ആൻഡ് ദ സർക്കിൾ മീൻസ് ദ ബൗണ്ടറി ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് ദി സർക്കിൾ. ഇനി സർക്കുലർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു ലൈനും അതിൻ്റെ ഇൻറ്റീരിയർ, അതായത് ബൗണ്ടറി ഇൻറ്റീരിയറും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇത് സർക്കുലർ റീജിയൻ. ഇതൊക്കെ ബേസിക് കൺസെപ്റ്റ്സ് ആണ്. അത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തോർത്ത് പോയാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലിസൺ ഹിയർ. ഓക്കെ, ലിസൺ ഹിയർ. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതായത് ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ ആ സർക്കിളിൻ്റെ ഞാൻ സെൻറ്റർ മാർക്ക് ചെയ്തു, ഓ എന്നുള്ള സെൻറ്റർ മാർക്ക് ചെയ്തു. ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്കറിയാം റേഡിയസ് ആണെന്നല്ലേ? ശരി, മിസ്റ്റേക്ക് പറ്റുന്നു. യെസ്, റേഡിയസ് എന്നറിയാം അല്ലേ? ഓക്കെ, ലിസൺ ശ്രദ്ധിച്ചില്ലോണേ. ലിസൺ ഹിയർ. അതായത് ഈ സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ്, ഈ ഒരു പോയിന്റ് ചൂസ് ചെയ്തു, ഈ ഒരു പോയിന്റ്, any 2 പോയിന്റ്സ്, അതിനെ രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്യണം. ഓക്കെ, ഈ ജോയിൻ ചെയ്യുന്ന ലൈനിനെ പറയുന്നതാണ് കോഡ്. എന്താ പറയുക? കോഡ്. കോഡ് മീൻസ് വാട്ട്? ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് any 2 points on the circle. സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? കോഡ്. കോഡ് എന്താണ്? ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് any 2 points of a circle. ഓക്കെ, അപ്പോൾ ഈ സർക്കിളിൻ്റെ ഇത് സെൻറ്റർ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും 2 പോയിന്റ് ജോയിൻ ചെയ്യുമ്പോഴല്ലേ, അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുകയാണ്, ഈ പോയിന്റ് ചൂസ് ചെയ്തു, ഈ പോയിന്റ് ചൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് ഏതിൽ കൂടെ പാസ് ചെയ്തു? that passes through the center of the circle. Is it a chord or not? Yes, chord. It is a chord itself. This is the longest chord and it's known as the diameter of the circle. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനാണ് എന്തെന്ന് പറഞ്ഞാൽ കോഡ് എന്ന് പറഞ്ഞാൽ. സർക്കിളിൽ എവിടെയെങ്കിലുള്ള 2 പോയിന്റ്സ്, ഇപ്പോൾ ഇത് തന്നെയാണ്, ഇപ്പോൾ അടുത്തടുത്ത 2 പോയിന്റ്സ് ആണെങ്കിൽ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് എന്ത് തന്നെയാണ്? കോഡ് തന്നെയാണ്. ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് എന്ത് തന്നെ? കോഡ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കോഡ്സും ജോയിൻ ചെയ്താലും സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന കോഡായിരിക്കും ഏറ്റവും ലോങ്ങസ്റ്റ്. ക്ലിയർ ആവും. ദ ബിഗ്ഗസ്റ്റ് ഓർ ദി ലാർജസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ്ങസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? which passes through the center of the circle and is known as diameter. What do you mean by? It is known as diameter of the circle. It is known as the diameter of the circle. ഓക്കെ, ഇനി നോക്കി, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, അതായത് സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ ഇതൊരു റേഡിയസ് ആയി, ഇതൊരു റേഡിയസ് ആയി അല്ലേ? അപ്പോൾ 2 times റേഡിയസ്, അതായത് ഇതും 6 ആണ്, ഇതും 6 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? R + R എത്ര? 2R. But diameter is equal to what? 2R, where R is a radius. R എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ്. ക്ലിയർ ആയത്? അതായത് ലോങ്ങസ്റ്റ് കോഡാണ് ഡയമീറ്റർ. ദ ലോങ്ങസ്റ്റ് കോഡ് ഈസ് നോൺ ആസ് ഇറ്റ്സ് diameter and the diameter is what? The 2 times radius. 2 times radius. That is, if this is considered as R and this is again considered as R, so R plus R is 2R. That is, diameter is 2 times the radius. Okay, അപ്പം അതും കഴിഞ്ഞു. So we can say that diameter is 2 times the radius, or we can say radius is what? The half of the diameter. തിരിച്ചും പറയാമേ, റേഡിയസ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല, റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്ററിന് പകുതിയാണ്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? Shall I move to the next topic? Next topic means the next definition. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? First circle, then inside the circle, outside the circle, circle itself, then center, radius, then now diameter, before that chord. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തതിലോട്ട് പോകുന്ന ഒരു കൺഫ്യൂസിങ് പാർട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയോ എന്ന് ചോദിച്ചത്. ഓക്കെ, the next one എന്ന് പറഞ്ഞാൽ ആർക്കാണ്, ആർക്ക് ഓഫ് എ സർക്കിൾ. ഓക്കെ, ലിസൺ ഹിയർ പ്ലീസ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളൊരു ബാങ്കിൾ കാണിക്കുകയാണ്. അപ്പോൾ ഈ ബാങ്കിളിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പൊട്ടിക്കണം. മുറിയോ എന്ന് അറിഞ്ഞൂടാ. യെസ്, പൊട്ടിച്ചു. അപ്പം ഒരു സർക്കിൾ ഫുൾ ഉണ്ടായിരുന്ന സർക്കിളിനെ ഞാനൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഈ കട്ട് ചെയ്ത് ഈ പോർഷനെ പറയുന്നതാണ് എന്ത്? ആർക്ക് ഓഫ് എ circle. What do you mean by that?
ആർക്ക് ഓഫ് എ സർക്കിൾ. അതായത് ഒരു ഫുൾ സർക്കിളിൻ്റെ ഒരു പോർഷൻ, അതിനാണ് എന്തെന്ന് പറഞ്ഞാൽ ആർക്ക് ഓഫ് എ സർക്കിൾ. ക്ലിയർ ആയോ? അതായത് ഒരു ഫുൾ സർക്കിളിൻ്റെ ഒരു പോർഷനാണ് എന്ത്? ആർക്ക് ഓഫ് എ സർക്കിൾ. ഓക്കെ, ഇനി ഇതിനകത്ത് 2 ടൈപ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിനെ നോക്കിക്കേ, ഇതിനെ കറക്റ്റായിട്ട് ഞാൻ ഹാഫായിട്ടല്ലേ ഡിവൈഡ് ചെയ്തേ? ഓ, എന്തൊരു കറക്റ്റ് അല്ലേ, കറക്റ്റായിട്ടല്ലേ ഡിവൈഡ് ചെയ്തേക്കണേ. അപ്പോൾ ഈ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇതിനെയാണ് എന്താണ്? സെമി സർക്കിൾ. സെമി സർക്കിൾ മീൻസ് വാട്ട്? സർക്കിളിൻ്റെ കറക്റ്റ് ഹാഫ് വരുന്നതിനാണ് എന്തെന്നാണ്? സെമി സർക്കിൾ. അപ്പോൾ ശ്രദ്ധിക്കുക, സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഏതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ സെമി സർക്കിൾ. അത് ഓർമ്മ വേണം. നിങ്ങൾ 7th നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് ഇങ്ങനെ ഒരു ഫിഗറിൻ്റെ പെരിമീറ്റർ 7th 8th ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പെരിമീറ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല സെമി സർക്കിൾ ആണോ? അല്ല. ഈ സെമി സർക്കിളിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യണം, ഡയമീറ്ററും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്ര മാത്രമേ ഉള്ളൂ അല്ലെ, ഒരു റാ മാത്രം. ഇതാണ് ആക്ച്വൽ സെമി സർക്കിൾ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ. ഇത് സെമി സർക്കിൾ ആണോ? അല്ല. ക്ലിയർ ആയോ? അതായത് നിങ്ങൾ ഇത്രയും ഓർക്കുക, ഒരു ചാർട്ട് പേപ്പറിൽ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുക, അതിനെ ഹാഫ് ആക്കുക. അതെന്തല്ല? സെമി സർക്കിൾ അല്ല. ആക്ച്വലി സെമി സർക്കിൾ ഏതാണ്? നമ്മുടെ ഈ റായാണ്. ക്ലിയർ ആയി? ഇതിനെയാണ് എന്തെന്നാണ് സെമി സർക്കിൾ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി വേണ്ടത്, എൻ്റെ വള ഒടിഞ്ഞു പോയി, അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യുവാണേ. ഓക്കെ, വെയിറ്റ്, ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ, വേറെ പുതിയൊരു പോർഷൻ പഠിപ്പിക്കണം. ഒരു മിനിറ്റ്. യെസ്, ലിസൺ ഹിയർ. സോ വേറൊരു ബാങ്കിൾ ഞാൻ വേറെ ബാങ്കിൾ എടുത്തിട്ട് ഇതിനെ ഞാനൊന്ന് കട്ട് ചെയ്യുവാണേ. എന്നെക്കാൾ സ്ട്രോങ് ആണ് കട്ടാവുന്നില്ല. യെസ്, കട്ട് ചെയ്തപ്പോൾ ഒരു ചെറിയ പോർഷനും കിട്ടി, ഒരു വലിയ പോർഷനും കിട്ടി അല്ലേ? അപ്പോൾ ഈ ചെറിയ പോർഷനെ പറയുന്നതാണ് മൈനർ ആർക്ക്. എന്താണ്? മൈനർ ആണ്. ഓക്കെ, ചെറുതാണ്, മൈനർ ആർക്കാണ്. ആൻഡ് ദ റിമൈനിങ് ദ ബിഗ് പോർഷൻ, അതിനാണ് ഇത് പറയുന്നത് മേജർ ആർക്ക്. ക്ലിയർ ആയ? ആ ചെറുതിനെ പറയുന്നത് മൈനർ ആർക്ക് എന്നും, ആ വലിയ പോർഷൻ, അതായത് ഒരു സർക്കിളിനെ എന്താണെന്ന് മനസ്സിലായോ? ഏതെങ്കിലും 2 പോയിന്റ്സ് തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ചെറിയ പോർഷനാണ് മൈനർ ആർക്കും, വലിയ പോർഷൻ എന്താണ്? മേജർ ആർക്കും. ക്ലിയർ ആയോ? എനിക്ക് തോന്നുന്നു എൻ്റെ 2 വള പോയെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഓക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? മൈനർ ആർക്ക്, മേജർ ആർക്ക്. ക്ലിയർ ആയോ? ആർക്ക് ഓർമ്മ വേണേ. ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിൻ്റെ ഒരു പോർഷനാണ് ആർക്ക്. പിന്നെ വേറൊരു ബാങ്കിളിനെ ചെറുതായിട്ട് 2 പോർഷനായിട്ട് കട്ട് ചെയ്തപ്പോൾ ചെറിയ പോർഷനെ പറയുന്ന മൈനർ ആർക്ക്, വലിയ പോർഷനെ പറയുന്ന മേജർ ആർക്ക്. കാരണം ഇനി മൈനർ സെഗ്മെൻറ്റും സൈഡും വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ഇത് ക്ലിയർ ആയ? അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ കട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചല്ലേ കട്ട് ചെയ്ത്. മൈനർ ആർക്ക് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? മൈനർ ആർക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 പോയിന്റ്സ് തമ്മിൽ കട്ട് ചെയ്തു, അപ്പം ചെറിയ പോർഷനാണ് മൈനർ ആർക്ക്, വലിയ പോർഷനാണ് മേജർ ആർക്ക്. ഇനി 2 ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് വരുന്നത്, സെഗ്മെൻറ്റും സെക്ടറും. അത് 2 കൺഫ്യൂഷൻ ആവുന്നു, സാധാരണ കൺഫ്യൂഷൻ വരുന്നതാണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ലിസൺ ഹിയർ പ്ലീസ്. യെസ്, നോക്കുക. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സെഗ്മെൻ്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചോണേ. സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയാൻ പോണത്? അതായത് നമ്മുടെ കയ്യിൽ ഒരു സർക്കിളുണ്ട്. ഓക്കെ, ആ സർക്കിളിനെ ഏതെങ്കിലും 2 പോയിന്റ് ഞാൻ ചൂസ് ചെയ്തല്ലോ, അത് തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇതിനെ എന്താ പറയുക? കോഡ് എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ ഈ പോയിന്റ് ഞാൻ PQ എന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്കിളിന് 2 പോർഷൻസ് കിട്ടി അല്ലേ? ഒരു വലിയ പോർഷനും ഒരു ചെറിയ പോർഷൻ. 2 portions we got. One is a big portion and the other one is small portion. Okay, and the small portion is termed as the minor segment. Small portion is known as the minor segment and the large portion or the remaining portion is known as the major segment. Remaining portion is known as the major segment. ക്ലിയർ ആയി? എന്താ പറഞ്ഞതെന്ന്? അതായത് ഇത്രയേ ഉള്ളൂ, ഒരു കോഡും ഒരു ഇതെന്താണ്? മൈനർ ആർക്കല്ലേ? ഈ സർക്കിളിലെ ചെറിയ ആർക്കല്ലേ? മൈനർ ആർക്കും ചേരുന്ന റീജിയനെ പറയുന്നതാണ് എന്ത്? മൈനർ സെഗ്മെന്റ്. ദാറ്റ് ഈസ് ദ റീജിയൻ where the lines joining the chord and the minor arc. കോഡും ഇതിനെ പറയുന്നല്ലേ കോഡ്, അതായത് കോഡും
ഇതെന്താണ്? മൈനർ ആർക്ക്. ഈ സർക്കിളിന്റെ ചെറിയ ആർക്കല്ലേ? അപ്പൊ മൈനർ സർക്കിളിന്റെ കോഡും മൈനർ ആർക്കും കൂടെ ചേരുന്ന റീജിയൻ ആണ് എന്ത്? മൈനർ സെഗ്മെന്റ്. സോ ക്യാൻ യു ഡിഫൈൻ ദ മേജർ സെഗ്മെന്റ്? The area bounded by the chord and the this is what major arc. അതിനാണ് എന്തെന്ന് പറഞ്ഞാൽ മേജർ സെഗ്മെന്റ് എന്നാണ്. ക്ലിയർ ആയോ? മൈനർ സെഗ്മെന്റും മേജർ സെഗ്മെന്റ്. ഇനി അടുത്തും കൂടെ പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ വരും, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഏതൊക്കെയാണ്? കോഡും മൈനർ ആർക്കും ചേർന്നതാണ് ഏത്? മൈനർ സെഗ്മെന്റ്. ആൻഡ് ദ മേജർ ആർക്കും കോഡും ചേർന്നതാണ് എന്ത്? മേജർ സെഗ്മെന്റ്. അടുത്ത സെക്ടറിലോട്ട് വരുവാണ്. ഒന്ന് ശ്രദ്ധിച്ചോണം, കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. സോ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെക്ടർ ആണ്. സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു, സെന്റർ മാർക്ക് ചെയ്തു. സെന്ററും ശ്രദ്ധിക്കുക, സെന്ററിന് ഞാൻ 2 റേഡിയസ് വരച്ചു. ഓക്കെ, അപ്പൊ ഇത് റേഡിയസ് ആണല്ലോ, ഇതും റേഡിയസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ 2 റേഡിയസും ഒരു ചെറിയ ആർക്ക് മൈനർ ആർക്കും ചേരുന്നതിനെ പറയുന്നതാണ് എന്ത്? മൈനർ സെക്ടർ. അതായത് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ഓർ ദി റീജിയൻ ബൗണ്ടഡ് ബൈ the 2 radius or the radius and the minor arc is called minor segment. So major sector, what do you mean by major sector? The remaining portion is a major sector. So how can we define a major sector? Major sector means what? The area bounded by the radius and the major arc is said to be the major sector. അപ്പോൾ ഡിഫറൻസ് ക്ലിയർ ആയോ? അതായത് സെഗ്മെന്റ് ആണെങ്കിൽ എന്താണ്? കോഡും മേജർ അല്ലെങ്കിൽ മൈനർ ആർക്കും. സെക്ടർ ആണെങ്കിലോ റേഡിയസും, മേജർ അല്ലെങ്കിൽ മൈനർ ആർക്ക്. ഇത്രയും മാത്രമേ ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. കാരണം കൂടുതൽ പഠിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകും. ഇത്രയും പഠിച്ചിട്ട് ഇത്രയും നോട്ട്സ് ഞാൻ തരാം. നോട്ട്സ് പഠിച്ച ശേഷം എന്ത് ചെയ്യാം? ഫസ്റ്റ് എക്സസൈസ് 10.1 കംപ്ലീറ്റ്. അതായത് ഒന്നുമില്ല, 2 ക്വസ്റ്റ്യൻ ഉള്ളൂ. ഒന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും പിന്നെ ഒന്ന് ട്രൂ ഓഫ് ഫോൾസും, അത്രേ ഉള്ളൂ. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ട്രൂ ഓഫ് ഫോൾസും ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ആൻസർ ബാക്കിലുണ്ട്, നിങ്ങളത് നോക്കേണ്ട കാര്യം ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. കാരണം ബേസിക് കൺസെപ്റ്റ്സ് ആണ്, ആ ബേസിക് കൺസെപ്റ്റ്സ് കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടി മാത്രം. ഒന്നുകൂടി ഒന്ന് റീഫ്രഷ് ചെയ്യാം ഞാൻ. ഒന്ന് ശ്രദ്ധിക്കുക, പ്ലീസ് ലിസൺ ഹിയർ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. സോ ഫോർ ചാപ്റ്റർ സർക്കിൾ. അപ്പോൾ ആദ്യം സർക്കിളിനെ കുറിച്ച് പറഞ്ഞു. വാട്ട് യു മീൻ ബൈ സർക്കിൾ? സർക്കിൾ ഈസ് എ കളക്ഷൻ ഓഫ് പോയിന്റ്സ് വിച്ച് ആർ അറ്റ് എ ഫിക്സഡ് സെന്റർ ഓർ ഫിക്സഡ് പോയിന്റ് ആൻഡ് അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ്. അതാണ് എന്തെന്ന് പറഞ്ഞാൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് കഴിഞ്ഞ് എന്താ പറഞ്ഞാൽ സർക്കിളിന്റെ സെന്റർ എന്താണ് അല്ലേ? സെന്റർ ഓർ ദ ഫിക്സഡ് പോയിന്റിനാണ് എന്തെന്ന് പറഞ്ഞാൽ സെന്റർ എന്ന് പറഞ്ഞാൽ. പിന്നെ പറഞ്ഞു റേഡിയസ്, ആ ഫിക്സഡ് ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ടൈംസ് റേഡിയസ് ആണ് എന്ത്? ഡയമീറ്റർ എന്ന് പറഞ്ഞു. പിന്നെ ഇന്റീരിയർ ഓഫ് എ സർക്കിൾ അല്ലെ? ഇന്റീരിയർ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ അകത്ത്, ദാറ്റ് ഈസ് region inside the circle is known as interior of the circle. Then exterior of the circle. Exterior of the circle means the outside portion of the circle is known as the exterior of the circle. പിന്നെ അടുത്ത എന്താണ്? സർക്കിൾ തന്നെയാണ്. സർക്കിൾ മീൻസ് ദ ബൗണ്ടറി ഇസ് നോൺ ആസ് ദി സർക്കിൾ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്ത് നമ്മൾ പറഞ്ഞു? അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കോഡ് എന്താണെന്ന് പറഞ്ഞു അല്ലേ? സോ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി 2 പോയിന്റ്സ് ഓൺ ദി സർക്കിൾ ഇസ് നോൺ ആസ് ദി കോഡ്. അത് കഴിഞ്ഞിട്ട് എന്താ? ഡയമീറ്റർ പറഞ്ഞാൽ ഡയമീറ്റർ ആദ്യമേ എഴുതി. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് കോഡാണ് എന്തെന്ന് പറഞ്ഞാൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കൺസെപ്റ്റ് പറഞ്ഞു? മെയിൻ ആർക്കിനെ കുറിച്ച് പറഞ്ഞു. സോറി, ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി 2 പോയിന്റ്സ് ഓൺ ദി സർക്കിൾ. അതായത് സർക്കിൾ ഏതെങ്കിലും 2 പോയിന്റ്സ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ റീജിയനാണ് എന്തെന്ന് പറഞ്ഞാൽ ആർക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ? അത് കഴിഞ്ഞ് മൈനർ ആർക്ക് എന്താന്ന് പറഞ്ഞാൽ അല്ലേ? മൈനർ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനർ ആർക്ക് മീൻസ് സർക്കിളിനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ചെറിയ പോർഷൻ, ദാറ്റ് ഈസ് എ മൈനർ ആർക്ക്. ആൻഡ് വലിയ പോർഷൻ എന്ന് നമ്മൾ പറയും മേജർ ആർക്ക് എന്ന് പറയും അല്ലേ? മേജർ ആർക്ക്, മൈനർ ആർക്ക്. ദെൻ വി മൂവ് ടു ദ സെഗ്മെന്റ് കൺസെപ്റ്റ്. വാട്ട് യു മീൻ ബൈ സെഗ്മെന്റ് എന്നാണ് പറഞ്ഞത് അല്ലേ? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കോഡ് ആൻഡ് ദി ആർക്ക്. കോഡും ആർക്കും കൂടെ ബൗണ്ട് ചെയ്യുന്ന റീജിയനെ പറയുന്നതാണ് സെഗ്മെന്റ്. 2 തരം സെഗ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ? ഏതൊക്കെ സെഗ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു? ഒന്നെന്ന് പറഞ്ഞാൽ മൈനർ സെഗ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ, പിന്നെ ഒന്ന് മേജർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മൈനർ സെഗ്മെന്റ് എന്തായിരുന്നു? മൈനർ സെഗ്മെന്റ് മീൻസ് വാട്ട്?
ഇറ്റ്സ് എ ലൈൻ സെഗ്മെന്റ് ജോയിൻ ദ കോഡ് ആൻഡ് ദി മൈനർ ആർക്ക്. കോഡും മൈനർ ആർക്കും കൂടെ ജോയിൻ ചെയ്യുന്നതാണ് എന്ത് മൈനർ സെഗ്മെന്റ്. മേജർ സെഗ്മെന്റ് എന്താണ്? മേജർ സെഗ്മെന്റ് ഈസ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ കോഡ് ആൻഡ് ദി മേജർ ആർക്ക്. അതാണ് എന്തെന്ന് പറഞ്ഞാൽ മേജർ സെഗ്മെന്റ് എന്നാണ് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ സെക്ടർ എന്താണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് കൺസെപ്റ്റ് ഓഫ് ടുഡേ സെക്ഷൻ. Section also two types. What are they? Minor sector and the major sector. The sector എന്താണെന്ന് പറഞ്ഞു. Sector means what? It's a region bounded by the radius and the arc. റേഡിയസും ആർക്കും ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്ടർ എന്ന് പറഞ്ഞാൽ. മൈനർ ആർക്ക് എന്താണ്? മൈനർ ആർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റീജിയൻ ബൗണ്ടഡ് ബൈ ദ റേഡിയസ് ആൻഡ് ദി മൈനർ ആർക്ക്. മൈനർ ആർക്ക് വെച്ച് ജോയിൻ ചെയ്യുന്ന മൈനർ സെക്ടർ. ആൻഡ് ദി മേജർ സെക്ടർ മീൻസ് what? The region bounded by the radius and the major sector, that is known as the major arc is known as the major sector. അപ്പോൾ ഇത്രയും ബേസിക് കൺസെപ്റ്റ്സേ ഉള്ളൂ. അപ്പോൾ ഈ കൺസെപ്റ്റ്സ് എല്ലാം പഠിച്ചുകൊണ്ട്, കാരണം വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് തിയറം സ്റ്റേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയും. ജസ്റ്റ് മൈനർ ആർക്ക്, മേജർ സെഗ്മെന്റ്, മൈനർ സെക്ടർ. അപ്പോൾ അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ച് പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾസിലൂടെ കാണിച്ചത്, ആർക്ക് എന്താണെന്നൊക്കെ കാണിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, സോ നോട്ട്സ് ഐ വിൽ അറ്റാച്ച് given you in the attachment box. So you have to download the attachment and write down the notes in your notebook. Okay, thank you. See you in the next class. Bye. Stay safe in your home. Okay, പുറത്തൊന്നും പോകരുത്, ശ്രദ്ധിച്ചോണം. ഇലക്ഷൻ വരുവാണ്, വെറുതെ കറങ്ങി നടക്കരുത്. പാരൻസ് വോട്ട് ചെയ്യാൻ പോകണേ, വോട്ട് ചെയ്ത് വന്ന് അവരുടേതായ കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ചായിരിക്കും പോകുന്നത്. നിങ്ങൾ വീട്ടിൽ സേഫ് ആയിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.